ഹലോ സൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് നല്ലൊരു ബർഗറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ ചീസൊന്നും വീട്ടിലില്ലാതെ തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഹോം മെയ്ഡ് ബർഗറാണ് ചിക്കൻ ബർഗർ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ചിക്കൻ സ്കിപ്പ് ചെയ്തിട്ട് ഇതേ മെത്തേഡിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 250 ഗ്രാമോളം ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ ഇവിടെ എടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര സ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഡാർക്ക് സോയാ സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അര സ്പൂണോളം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി, സോയാ സോസിന് ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് തന്നെ. പിന്നെ 1/4 ടീസ്പൂണോളം മുളക് പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ജീരകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഷവർമയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് നന്നായി ചൂടായ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിലോട്ട് ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്ന് ഫ്രൈ ആയി വന്നു എന്ന് കാണുമ്പോൾ കുറച്ച് വെന്ത് വരുമല്ലോ, ആ ഒരു ടൈമിൽ നന്നായി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലെ വെള്ളം ഇറങ്ങി വരുന്നാണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ, അതൊക്കെ ഡ്രൈ ആയി വന്നോളും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. നല്ല ഡ്രൈ ആയിട്ടുള്ള ജാർ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. 4-5 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂണോളം ഉപ്പ്, അര സ്പൂണോളം പഞ്ചസാര, 1/4 ടീസ്പൂണോളം വിനാഗിരി, പിന്നെ 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു 3 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് ഒരു 3 മിനിറ്റ് പിന്നെ വീണ്ടും നമ്മൾ ആദ്യം ബാക്കിയുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഈ ഒരു കട്ടിക്കാണ് കേട്ടോ മയോണൈസ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കൂടി ബ്ലെൻഡ് ചെയ്തെടുത്താൽ നല്ല കട്ടിയായിട്ടുള്ള മയോണൈസ് കിട്ടും. അപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ ഒരു ചെറിയ തക്കാളിയുടെ പൾപ്പ് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു സാലഡ് കുക്കുംബർ കൂടി എടുത്തിട്ടുണ്ട്. കുക്കുംബർ റൗണ്ടിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്തത്. തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയോണൈസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിന് മല്ലിയില എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്ത് നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ബർഗർ ബന്നാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ഏത് വലിപ്പത്തിലുള്ള ബന്ന് വേണമെങ്കിലും എടുക്കാം. ഇതാകുമ്പോൾ കാണാനും രസമാണ്, കഴിക്കാനും ഈസിയാണ് കേട്ടോ. ചെറിയ ബന്നാണല്ലോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് ബട്ടർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇതേപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. നന്നായി ഒന്ന് കരിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി. എന്നിട്ട് തിരിച്ചു മറിച്ചും ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തിലോട്ട് മയോണൈസ് ഇട്ട് കൊടുക്കുക. ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ സോസോ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അതൊരു സ്പൂണിലെടുത്തിട്ട് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. ആവശ്യത്തിന് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത്രയും ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ചിക്കൻ ഇല്ലാതെ ഇതുപോലെ വെജിറ്റബിൾസ് വെച്ചിട്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ ഇല്ലാന്ന് വെച്ചിട്ട് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ കുക്കുംബർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ബർഗർ ബന്നിൻ്റെ മറ്റൊരു ഭാഗം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഫില്ലിങ്ങിൽ ഒരു 11 ബർഗർ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കഴിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നു. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബർഗറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തയ്യാറാക്കിയ നല്ലൊരു ഈസി റെസിപ്പി ആയിരുന്നു. ഇഫ്താറിനായാലും കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴായാലും കൊടുക്കാനായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും എന്ന് വിചാരിക്കുകയാണ്. ഇത് ഇഷ്ടമാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ കാണുന്നതിലേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.